പറയണ. Hello, hi. Good evening, all. Welcome to yet another session from Let's Language Academy Q&A session. As the name suggests, this is a session for all the exam takers who's going to take examination on December 16th to clear their doubts. You can ask questions and we are here to answer. Yeah, definitely. So, good evening, one and all. Okay, so before we start, നമ്മൾ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്താണെന്നും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. പുതുതായിട്ട് സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ആയിട്ട്. ബേസിക്കലി this session is for those who are taking examination. Recent ആയിട്ട് എക്സാം എഴുതാൻ പോകുന്നത് ഡിസംബർ 16 തന്നെ ആവുന്നില്ല. എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ബിഫോർ ദ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആ എക്സാം എങ്ങനെ ആയിരിക്കും എന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ അതിന് എന്തെങ്കിലും നമുക്ക് എക്സാം സെന്ററിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ഓഫ് ദ എക്സാമിനേഷൻ ഫ്രം ദ നട്ട് ടു സൂപ്പ് വി ആർ ഹിയർ ടു ക്ലിയർ ഓൾ ദ ഡൗട്ട്സ്. ഓക്കെ, സോ ദിസ് ഇസ് ഡിസംബർ. സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മന്താണ് നമ്മുടേത്. വളരെ സ്പെഷ്യൽ ആയിട്ടൊരു മന്താണ് നമ്മുടേത്, ഡിസംബർ മന്ത്. സോ ക്രിസ്മസ് ആൻഡ് എൻഡ് ഓഫ് ദി ഇയർ ഒത്തിരി പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാസം നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അപ്പൊ അടുത്ത ഈ മാസം എക്സാം എഴുതുന്ന എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത വർഷം പുതിയൊരു രാജ്യത്ത് അവർ ആരനായിട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്തിച്ചേരണം എന്നൊക്കെ ഉള്ളതാണ്. സോ ലെറ്റ് ഓൾ യുവർ വിഷസ് കം ട്രൂ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡിസംബറിന്റെ പ്രത്യേകതയോടൊപ്പം ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമിയും ഒരുങ്ങിയിട്ടുണ്ട് അല്ലെ. യെസ്, സോ ഞങ്ങൾ എപ്പോഴും ചലഞ്ചസ് ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ലൈക്ക് ഓഫറിനേക്കാളും ഉപരിയായിട്ട് ഞങ്ങളോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് എപ്പോഴും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത്. അതുപോലെയാണ് ഈ ഡിസംബറിലും നമ്മൾ നിങ്ങൾക്കായിട്ട് കുറെ ക്ലാസ്സസും ഓഫേഴ്സും ആയിട്ട് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ടു റിപ്പീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ബിഗിനർ സ്റ്റുഡൻസിന് അല്ല, ഈ മാത്രമല്ല ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ ഡിസംബർ മന്തിൽ നമ്മൾ OET ഇപ്പം പലതവണ, ഇപ്പം ചിലപ്പോൾ 2 തവണയായിരിക്കാം, 5 തവണയായിരിക്കാം, മോർ ദാൻ 5 ടൈംസ് ആയിരിക്കാം, OET പല തവണയായിട്ട് എഴുതിയിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത റിപ്പീറ്റഡ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ചലഞ്ച്. ഇറ്റ്സ് നോട്ട് എൻ ഓഫർ, ഇറ്റ്സ് എ ചലഞ്ച്. മാം പറഞ്ഞതുപോലെ അതൊരു ചലഞ്ചാണ്. നമ്മൾ ലാസ്റ്റ് ഇയർ ഫ്രഷർ സ്റ്റുഡൻസിന് ചെയ്ത ഒരു ചലഞ്ച് പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു. ഫ്രഷർ സ്റ്റുഡൻസിന് ഔട്ട് ഓഫ് 110 അഡ്മിഷൻസ് ദറ്റ് വി ടു, നമുക്കതിൽ 101 അഡ്മിഷൻസും അല്ലെങ്കിൽ സ്റ്റുഡൻസും ക്ലിയർ ആയിട്ടുള്ള ഒരു വളരെ ഒരു സക്സസ് റേറ്റോടെ നമുക്ക് പോകാൻ പറ്റി. സോ ദാറ്റ് ഗീവ് us മോർ കോൺഫിഡൻസ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മൾ ബിഗിനർ സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്യണം, വൈ കാൻ വി ഗീവ് ഓർ വൈ കാൻ വി പാസ് ദിസ് ഓഫ് ചാലഞ്ച് ടു റിപ്പീറ്റേഴ്സ് ആസ് വെൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കായിരിക്കും ഒരു റിലീഫ് എന്ന് പറയുന്നത് അല്ലേ. ബിഗിനേഴ്സ് അവർ ഫസ്റ്റ് ബുദ്ധിമുട്ടുകളൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. അവർ ഫസ്റ്റ് ടൈമാണ് പഠിക്കുന്നത്. എക്സാം എക്സ്പെൻസുകളും അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം സ്പെൻഡ് ചെയ്തിട്ടില്ല, അത്രയും എഫേർട്ട് എടുക്കാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അത്രയും ഒരു അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയൊന്നും വരില്ല. പക്ഷെ റിപ്പീറ്റേഴ്സ് അങ്ങനെയല്ല, അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ക്ലിയർ ചെയ്താൽ മതി എന്നുള്ളൊരു വളരെ ഒരു എന്താ പറയാ, ദൃഢപ്രതിജ്ഞയോടെ ആയിരിക്കും അവർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു നമ്മൾ കണ്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബിഗിനേഴ്സിൽ നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ അവര് എക്സാമിനെ അത്രയും സീരിയസ് ആയിട്ട് കണ്ട് ഒരു പാറ്റേൺ വെച്ച് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ കോച്ചിങ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് റിപ്പീറ്റേഴ്സിന് എല്ലാവരും വർക്കിംഗ് ആയിരിക്കും, ബിസി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും എന്നാ പഠിച്ചതിന് ശേഷം ഫീസ് എന്ന് പറഞ്ഞ് നമ്മൾ റാൻഡംലി കൊടുക്കുകയല്ല. അതിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മളുടേതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. സോ നിങ്ങൾ ആ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് ഞങ്ങളുടെ ഉറപ്പാണ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു പാസ് എക്സാമിനേഷൻ. ഇനിഷ്യലി പറയുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഓഫർ വെച്ച സമയത്ത് നമുക്കറിയില്ല, നമ്മൾ ഒരു നല്ല റിസ്ക് തന്നെയാണ് എടുത്തത്. പോണെങ്കിൽ എന്താ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഇതിന് ശേഷം പേയ്മെന്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ കോൺഫിഡൻസിനെ അത് ഒത്തിരി ബൂസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. OET പോലും 100% തീർച്ചയായിട്ടും OET പോലും 100% റിസൾട്ട്സ് ഓഫർ ചെയ്യാത്ത സിറ്റുവേഷനിലാണ്. ലെസ് ദാൻ 20% എന്ന് തോന്നുന്നു OET-യുടെ ഒരു 25% ആണ് OET-യുടെ വിൻ പെർസെന്റേജ്, ഓവറോൾ വിൻ പെർസെന്റേജ് ഉള്ളൂ.
അതെ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇവിടെ എഴുതിയ കുട്ടികൾക്ക് ഇത്രയും ശതമാനത്തിൽ പാസ്സാകാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ മാസം മാം പറഞ്ഞതുപോലെ റിപ്പീറ്റഡ് സ്റ്റുഡൻസ്, നിങ്ങൾ OIT ഒന്ന് എഴുതിയ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ എഴുതിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും ലെറ്റ്സ് അപ്പ് ഡേ ലാംഗ്വേജ് അക്കാഡമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. 2 months കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. 1 month ഒന്നുമല്ല, 2 month കോഴ്സ് മാത്രമേ ഈ ഓഫറിലുള്ളൂ. കാരണം നിങ്ങൾക്ക് സമയമെടുത്ത് ഏതാണോ വീക്ക് മൊഡ്യൂൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ ഒരു ബിക്കോസ് ലാംഗ്വേജ് നമുക്ക് വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊഡ്യൂൾസ് വീക്ക് ആണെങ്കിൽ നമുക്കതൊരു 1 day കൊണ്ടോ 1 week കൊണ്ടോ 2 weeks കൊണ്ടോ പെട്ടെന്നൊരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. അപ്പോൾ നമുക്കത് ത്രൂ പ്രാക്ടീസ്, ത്രൂ ക്ലാസ്സസ്, ത്രൂ അപ്ഡേറ്റഡ് മെറ്റീരിയൽസ്, കൃത്യമായിട്ടുള്ള ഓരോ മൊഡ്യൂളിനും ഓരോ സമയം മാറ്റി വെച്ചുള്ള പ്രാക്ടീസിലൂടെ ഒരു സ്ലോ പ്രോസസ്സിലൂടെ മാത്രമാണ് നമുക്കൊരു ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സ്ലോ പ്രോസസ് എന്ന് പറയുമ്പോഴും അത് വർഷങ്ങളോളം വേണ്ട, അതെ. 2 months. If you are ready to spare 2 months with us, definitely we are there to help you out. യെസ്. സോ റിപ്പീറ്റേഴ്സ് ആയതുകൊണ്ടാണ് ഈവൻ 2 months ആയിട്ട് നമ്മൾ ചുരുക്കിയിരിക്കുന്നത്. ബിഗിനേഴ്സിന് നമ്മൾ മിനിമം വെക്കുന്നത് ചിലപ്പോൾ 2 months ആയിരിക്കില്ല. അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി അല്ലെങ്കിൽ ദ ലാംഗ്വേജ് ക്വാളിറ്റി ദാറ്റ് യു ഹാവ്. സോ അങ്ങനെ പല ഡിഫറൻസും ഉണ്ട്. എനിവേ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസംബർ അല്ലേ? സോ ഡിസംബറിൽ ഒരു ആസ് യു നോ ഇത് നമുക്ക് എല്ലാവർക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും. അതെ, അപ്പോൾ വളരെ കുറച്ച് സീറ്റ്സ് ആണ് ഇതിനുള്ളത്. സോ ദോസ് ആർ ഇൻട്രസ്റ്റഡ് കെൻ ജോയിൻ. ഐ എം ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെസ്സേജസ് ആൻഡ് ഐ തിങ്ക് ഐ ഹവ് ഓൾറെഡി മിസ്ഡ് ലോട്ട് ഓഫ് മെസ്സേജസ്. ഷീനയായിരുന്നു ആദ്യമായിട്ട് മെസ്സേജ് ചെയ്തത്, പക്ഷെ അതെനിക്കിപ്പോൾ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ചെക്ക്. ജസ്ന, ദുർഗ, വിനീത്, പൊന്നി, ശ്രീ, അശ്വതി, ദേവിക, ഗോപിക, Sandra. Good evening, all of you. Thank you so much for the messages so far. ഷിമ സന്തോഷാണോ? Shima is the recent one who have texted us. ശ്രീ Yeah. Initially message ചെയ്തോണ്ട് ഇന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. So anyway, thank you so much for the messages. അപ്പോൾ എന്തായാലും ലൈക്ക് ആസ് യു നോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം, നമ്മുടെ എക്സാമിനേഷനിലോട്ടും എക്സാമിൻ്റെ ഡീറ്റെയിൽസിലോട്ടും കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് എക്സാംസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ജനറലായിട്ട് ബാക്കി സ്റ്റുഡൻസും കൂടെ അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. Live is both in Facebook as well as in our YouTube channel. Yes. And we have some messages in YouTube as well. Telma, good evening. Josephine, Jennifer, good evening. Good evening. Yes, and straight away ഒരു question വന്നിട്ടുണ്ട് നമുക്ക്. Okay. I think Sia, Anmol, Nita, Laju, all good evening, all of you. yes. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്ട്ലി Sibi, good evening. Okay. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? Yes, because we have already got a question. യെസ്. സോ അപ്പോൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യൂഷ്വലി നമ്മൾ ഫ്രൈഡേ അല്ലെങ്കിൽ എക്സാമിന് തൊട്ട് തലേ ദിവസമാണ് ഈ ഒരു സെഷൻ വെച്ചുകൊണ്ടിരുന്നത്. ആൻഡ് നാളെ കുറച്ച് ബിസി ആയതുകൊണ്ട് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് പ്രീപോൺ ചെയ്യേണ്ടി വന്നത്. സോ അടുത്ത ഇനി ജനുവരിയിലാണ് അടുത്ത എക്സാമിനേഷൻ ഉള്ളത്, 2024. അപ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമ്മളത് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 4:30 ഈ QA സെഷൻ ലൈവ് സെഷൻ വയ്ക്കുന്നത്. ബട്ട് ഇന്ന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രീപോൺ ചെയ്തതാണ്. ഓക്കെ. യെസ്, ജനുവരിനെ പറ്റി ഒത്തിരി പേർക്ക് ഒത്തിരി കൺസേൺസ് ഉണ്ട്. UK RN ആയിട്ട് പോകുന്നവർക്ക് സ്പൗസ് വിസ കിട്ടുമോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ബൈ നൗ. ഡെഫിനറ്റ്ലി രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഒന്നുകൊണ്ടും RN രജിസ്റ്റേർഡ് നഴ്സായിട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് OET പഠിച്ചോളൂ. പക്ഷെ പഠിക്കാൻ വൈകരുത്. അതെ, തീർച്ചയായിട്ടും. ബിക്കോസ് റൂൾസ് ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ് ഡേ ബൈ ഡേ. കാരണം ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുന്ന ഒരു ഫേസിലേക്ക്, നോട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രസന്റ് സെനാരിയോ, ബട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് they will definitely bring in more demands. Maybe a new examination. They might change the pattern, അല്ലെങ്കിൽ അവർ പല പല മാറ്റങ്ങൾ ശ്രമിക്കും. മാറ്റാം. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ OET ക്ലിയർ ചെയ്ത് IELTS ക്ലിയർ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സ്ട്രൈറ്റ് അവേ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. സോ 5 ആണ് ചോദിച്ചിരിക്കുന്നത്. സർ, പേർപ്പസ് പാര ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാമോ, ഇൻക്ലൂഡിങ് റെഫറൻസ്? സോ ഐ തിങ്ക് യു ഹാവ് I think the question is about writing, അല്ലേ? Yeah, definitely. So writing based ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. പേർപ്പസ് പാരഗ്രാഫ്, ഐ തിങ്ക് യു ആർ ടോക്കിംഗ് അബൌട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. സോ ഡെഫിനറ്റ്ലി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമുക്ക് വേണ്ട എന്തൊക്കെയാണ് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം എന്തൊക്കെ ഡേറ്റയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഞാൻ പറയാം. Definitely, if you are when you write an introduction, definitely, as you all know, patient name and full,
Then reference can be used. She has also mentioned about the use of reference. So reference can be definitely used in the introduction for both known and unknown case letters. If you are writing an unknown case letter, we can use age as a reference or something else to show the patient's age, like either a 55-year-old or a retired teacher, both shows patient's age. So reference can be used. Then you should definitely bring in the purpose, so like why you are writing to, whether it is for continuing care or whether it is for further assessment or whether it is for dietary management or whether it is for rehabilitative care or for continuous care, palliative care. So we have lots of purposes. So we have to clearly understand the purpose of writing this letter too. And along, same as that of the purpose, we have to understand the reason why we are writing the letter. Purpose മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റീസൺ എന്ന് പറയുന്നത്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പല കുട്ടികളും പറയാറുണ്ട് ഡയഗ്നോസിസ് എഴുതാനാണ് പറയാറ്. ഇറ്റ്സ് നോട്ട് ഡയഗ്നോസിസ്, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും നമ്മൾ റീസൺ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് ആണെന്നില്ല. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ പേഷ്യൻ്റ് ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് ന്യൂമോണിയ, അപ്പോൾ അതൊരു ഡയഗ്നോസ് ചെയ്യപ്പെട്ട കാര്യമല്ല. അല്ലെങ്കിൽ ഒരു സർജറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡയഗ്നോസിസ് എന്നല്ല പറയേണ്ടത്, നമ്മളവിടെ റീസൺ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് or he has undergone, he is suspected to have, he is recovering from. So in these ways, these are the common reasons that we include in the introduction. And apart from that, it's always better that you include the time reference, like from when this patient requires care. So that's the reason why we include information like he is being discharged today, or he will be discharged tomorrow, he is being discharged, or he is being transferred today, he will be he is set to be discharged on, his discharge is scheduled on. So like this you have to definitely mention the time also, like otherwise the reader will not get a clear picture of like when I should start giving care to this patient. പേഷ്യൻറ്റിന് കണ്ടിന്യൂയിങ് കെയർ വേണം, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് പ്രായം, എല്ലാം മനസ്സിലായി. പക്ഷേ എന്ന് മുതലാണ് കെയർ വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ യുവർ ഇൻട്രൊഡക്ഷൻ ഇസ് കംപ്ലീറ്റ്. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഇൻട്രൊഡക്ഷൻ ഇൻ 1 to 2 sentences, ലൈക്ക് നോട്ട് മോർ ദാൻ 2 sentences എന്നാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. അങ്ങനെ റൂളൊന്നുമല്ല ഇപ്പം 3 സെൻറ്റൻസ് എഴുതിയാൽ തോറ്റു പോകും എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ബട്ട് ബിക്കോസ് എന്തുകൊണ്ടാണ് 2 sentences നമ്മളെപ്പോഴും കുട്ടികളോട് റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം, ഇറ്റ്സ് ഇൻട്രൊഡക്ഷൻ. ട്രൈ ടു മേക്ക് ഇറ്റ് ബ്രീഫ് ഓർ ക്യൂട്ട്, അല്ലേ? വളരെ ക്രിസ്പായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ 2 സെൻറ്റൻസിൽ കൂടുതലൊക്കെ എഴുതുമ്പോൾ യുവർ ലെങ്ത് ഓഫ് ദി ഇൻട്രൊഡക്ഷൻ മൈറ്റ് ഗെറ്റ് ലോങ്ങർ ആൻഡ് ഓൾസോ the number of complex sentences might get reduced. There will be more chances of including simple sentences, and it's all about introduction. It is something to be taken very seriously because that's what your examiner is going to read initially. So it's always better, it's always very important to create impression. Yeah. And it's not with the recommendation paragraph or in the last paragraph അല്ലെങ്കിൽ സെക്കൻഡ് പാരാഗ്രാഫിലല്ല നമ്മൾ ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലേ? ഫസ്റ്റ് പാരാഗ്രാഫും സെക്കൻഡ് പാരാഗ്രാഫിലേക്ക് വരുമ്പോൾ കൂടുതലും അവർ നമ്മുടെ ക്വാളിറ്റി കണ്ടന്റ് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇനീഷ്യൽ ഇംപ്രഷൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ തിങ്ക് ദാറ്റ് വിൽ ബി ഫ്രം ഇൻട്രൊഡക്ഷൻ, നോട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ്. ഓക്കെ. അതുപോലെ സ്പീക്കിങ്ങിലും അത് തന്നെയാണ്, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് പ്രസൻസ് ആൻഡ് കോൺഫിഡൻസ് ഹാവ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ റൈറ്റർ. Sorry, 5 minutes audio, I guess. 5 minutes audio, yes. So you actually have another question. Yep. You were and I have some more messages. Okay. Pannus, hi ma'am, and hi sir. Pannu, hi. And Mohanlal. Okay, Mohanlal. Good evening. Okay. Nice. All right. So another question, sir. School health nurse ആണെങ്കിൽ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. So what do you think? And school health nurse ആണെങ്കിൽ പേഷ്യന്റ് ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ it's definitely a non-case. So when you speak about this factor, like സ്പീക്കിങ്ങിന് വരാൻ നേരത്തും ഇതേ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. സ്കൂൾ ഹെൽത്ത് നേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഐ മീൻ the patient is if the patient is a student writing that particular school, അത് നോൺ കേസ് തന്നെയാണ്. ബിക്കോസ് നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു സാധനമാണ് സ്കൂൾ ഹെൽത്ത് നഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. ബട്ട് സ്കൂൾ ഹെൽത്ത് നഴ്സ് വിൽ ഹാവ് ഓൾ ദ മെഡിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റുഡൻസ് but the medical file, like yeah, this is only concept that you have to keep in mind. Like it is only a non case only if the reader has the patient's file. yes, Patient or student or whatever it be.
അപ്പൊ പേഷ്യന്റിന്റെ ഫയല് എന്തായാലും നഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. There was a question asked on 2021 December 4th. 2021 December 4th on the official examination question. The letter was asked, the receiver of the letter was a school nurse, and the patient was a student studying in that school itself. And we are writing a letter to the same school nurse. So that was the scenario. I'm not talking about the entire case note, but this is the formula of that case note. But students, some of the students were confused regarding whether it was known or unknown case. Like they used to defend it with points like, sir, it can How be. come the nurse knows all the details of every students? അങ്ങനെയൊക്കെയായിരുന്നു ഡൗട്ട് വരുന്നത്. സ്കൂളിൽ എത്ര കുട്ടികളുണ്ടാവും, ഇപ്പൊ ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ? ഇനിയിപ്പം അതുപോലെ തന്നെ ആ കുട്ടി, ഷി വാസ് വെരി യങ്, ലൈക്ക് 5 years ഓർ സംതിങ്, ലൈക്ക് KG സ്റ്റുഡൻറ്റ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് എന്നായിരുന്നു ദറ്റ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞാൽ ഷി വാസ് വെരി യങ്. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ അല്ലെങ്കിൽ മോർ ദാൻ 1 year ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പം കണ്ട് പരിചയം ഉണ്ടാവണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് കുട്ടികൾക്കുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കും അതൊരു റെവലേഷൻ ആയിരുന്നു. ലൈക്ക് ഓക്കെ, ഇവൻ ഓൺ കേസ് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. ചില കുട്ടികൾക്ക് ഇപ്പോഴും അതിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. സോ നോൺ കേസ് ആണെങ്കിൽ ആ സ്കൂളിൽ 1 ലക്ഷം കുട്ടികളുണ്ടെങ്കിലും 10 ലക്ഷം പിള്ളേരുണ്ടെങ്കിലും 100 കുട്ടികളുണ്ടെങ്കിലും ആ സ്കൂൾ ഹെൽത്ത് നഴ്സിനാണ് എഴുതുന്നെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് പേഷ്യൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും നോൺ കേസ് ആണ്. ബിക്കോസ് the receiver of the letter has the patient's file. If something new has happened to the patient, then definitely that it is a non-case. Yeah, it's a non-case. Again, the thing happened wouldn't be known to the nurse. Again, പക്ഷേ ഞാനിത് വേറൊരു കാര്യം കൂടെ പറയാൻ വന്നു along with that. But when it comes to the speaking, നമ്മൾ സ്പീക്കിങ്ങിലോട്ട് വരാൻ നേരത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നോൺ കേസ് ആണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ പേര് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വി ജസ്റ്റ് കൺഫേം ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ആൻഡ് അഗൈൻ അപ്പം എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ വി വോണ്ട് ബി ഏബിൾ ടു നോ. അപ്പം ഈ സെയിം കൺഫ്യൂഷൻ സ്റ്റുഡൻസിന് സ്പീക്കിങ്ങിലും വരാറുണ്ട്. സ്കൂൾ ഹെൽത്ത് നഴ്സ് ആണെങ്കിൽ അത് നോൺ കേസ് അല്ലേ. സോ യു ഹാവ് ടു ചെക്ക് യുവർ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വാട്ട് ഇറ്റ് ഇസ് ആസ്ക്ഡ്. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നാണെങ്കിൽ റൈറ്റ് നൗ വൈ ദ സ്റ്റുഡൻറ്റ് ഇസ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ നഴ്സ്. നഴ്സിന് അറിയില്ല, ഈ കുട്ടിയുടെ പാസ്റ്റ് മൊത്തം അറിയായിരിക്കും. റൈറ്റ് നൗ എന്തിനാ വന്നേക്കുന്നതെന്ന് അറിയത്തുണ്ടായിരിക്കില്ല. അത് നഴ്സ് ചോദിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ലുക്ക് അറ്റ് ദ ടാസ്ക് ആൻഡ് ഐഡന്റിഫൈ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ്. ഐ എം ടോക്കിംഗ് അബൌട്ട് സ്പീക്കിംഗ്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. Alright, so we have another question. I think I'll read one question from YouTube. Sure. Sir, family GP case is known or unknown case? Yeah, that's a very good question. Often asked in live sessions, but it's so important. Yeah. I think this is something that confuses students a lot. Yes. But some students are still not at all confused because they still believe that family GP ആണെങ്കിൽ നോൺ കേസ് ആണ്. കാരണം അവർ വായിക്കുമ്പോൾ ഫാമിലിയുടെ GP, ഫാമിലിയുടെ പേഷ്യന്റിന്റെ എന്നൊക്കെ ഒരു രീതിയിൽ വായിക്കുന്നത് കൊണ്ടാണ്. സോ ഇഫ് ഇറ്റ് ഈസ് സിംപ്ലി ഗിവൻ യൂസിംഗ് ദ ഇൻഫർമേഷൻ ഗിവൻ ഇൻ ദ കേസ് നോട്ട്സ്, റൈറ്റ് എ ലെറ്റർ ടു ഫാമിലി GP. You cannot confirm it as known or unknown case. That is like 50% chance. It can be known or it can be the other way also. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. But if it is given like using the information given in the case notes, write a letter to his family doctor or his family GP or a patient's family doctor or patient's family GP. Then without any doubt we can confirm it as non-case. അല്ലാതെ വെറുതെ റൈറ്റ് ലെറ്റർ ടു ഫാമിലി GP എന്ന് തന്നാൽ അത് നോൺ കേസ് ആവാം, ആവാതിരിക്കാം. So how can you find it out? If it is simply given, write a letter to family GP. You have to completely read the case note and you have to hunt for other hints, other possible hints which can be used, asked. Like for example, question write a letter to family GP എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേസ് നോട്ടിൽ നമുക്ക് കൊടുത്തിരിക്കുകയാണ് he was referred to hospital by family GP. So already it is given. ഈ പേഷ്യന്റിന് ഓൾറെഡി ഈ GP ഇതിനു മുമ്പ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത ആളാണ്. Or it is, if the writing task is like, if in the plan it is given like refer back to family GP, that word back to is very important because the patient is getting referred back to the GP. So already അവിടെയുള്ള പേഷ്യന്റ് ഇങ്ങോട്ട് വന്ന് തിരിച്ചങ്ങോട്ട് ബാക്ക് പോവുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോൺ കേസ്. അല്ലാതെയും ഒരുപാട് രീതിയിൽ നമുക്ക് നോൺ കേസുകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നോൺ ആണോ അൺനോൺ ആണോ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഫാമിലി GP എന്ന് മാത്രം
കണ്ട് നിങ്ങൾ ഒരിക്കലും അതിന് ഓൺ ആണെന്ന് വിശ്വസിക്കരുത്. അതാവാം, ആവാതിരിക്കാം. അതെ. ഓക്കെ. ഓക്കെ. സോ ലോക്കൽ GP നോൺ കേസ് ആണോ? Again, the same. Local GP, non-case ആവണമെന്നില്ല. Okay, actually Same the question logic. is to me. So if it is about writing, then let him answer, I guess. Yeah. So local GP ആണെങ്കിലും ഫാമിലി GP ആണെങ്കിലും GP എന്നാണെങ്കിൽ പോലും അതൊന്നും നോൺ കേസ് ആവണമെന്നില്ല. ആവാം, ആവാതിരിക്കാം. ആവാതിരിക്കാം. You have to read പേഷ്യന്റിന്റെ it completely. അവന്റെ അവളുടെ പേഷ്യൻസ് ഹിസ് ഹെർ GP is the very first hint that we can figure out. അതെ. And that will be provided right in the introduction, right in task. And even if it is not given, you have to completely read the case note to figure out whether there are any other possible hints given or what. Yeah. So that's it. Yes. So I've got another. Preeti, hi, good evening. Dopsy, Lynette, nice to see you all here. Sonia has got a question. I think it's about speaking. So the question is, confirm reason വരുമ്പോൾ patient bystander ആണെങ്കിൽ എങ്ങനെ introduce ചെയ്യും? I didn't really get the idea completely. അപ്പം I can tell you എങ്ങനെയാണ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് പൊതുവേ വരുന്നത്. കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഓക്കെ, സോ ലൈക്ക് വിൽ ബി ടോക്കിംഗ് ടു ദ പേഷ്യൻ്റ് ഇറ്റ് സെൽഫ്. അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. കൺഫേം റീസൺ ഫോർ ലൈക്ക് പേരൻസ് വിസിറ്റ് അങ്ങനെയാണ് വരുന്നതെങ്കിലാണ് ദറ്റ് യു ആർ ടോക്കിംഗ് ടു ദ ബൈസ്റ്റാൻഡർ എന്നും മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് സീംസ് ലൈക്ക് കൺഫേം റീസൺ ഫോർ പേരൻസ് വിസിറ്റ് എന്നാണെങ്കിൽ it is pretty clear that we know that parent is visiting us. നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ നമ്മളോട് കൺഫേം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇറ്റ്സ് എ കൺഫർമേഷൻ ഇസ് ആക്ച്വലി റീസ്റ്റേറ്റിംഗ് തിങ്സ് അല്ലെ. ഒന്നും അറിയാവുന്ന കാര്യത്തിന് നമ്മൾ രണ്ടാമതൊന്ന് കൺഫേം ചെയ്യുവാണ്, ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുവാണ് അല്ലേ. അപ്പോൾ യു നോ ദാറ്റ് ദ പാരന്റ് ഇസ് ആക്ച്വലി വിസിറ്റിംഗ് അസ്, സോ ഇറ്റ് സീംസ് ലൈക്ക് വിൽ ഹാവ് ടു ആസ്ക് ദ നെയിം ഓഫ് ദ പാരന്റ് ബിഫോർ. സോ ഇനി അതുപോലെ വരുന്ന വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന സിറ്റുവേഷനിൽ കൺഫേം ദ റീസൺ ഫോർ യോർ വിസിറ്റ് എന്നായിരിക്കും ബ്രാക്കറ്റിൽ ഇൻഫോം പാരൻസ് അബൌട്ട് ഡാഷ് 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 തിങ്സ്. അപ്പോഴും നമ്മൾ പേര് ചോദിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ യു ക്യാൻ കൺഫേം ലൈക്ക് യു ആർ റിയാസ് പാരന്റ് റൈറ്റ്. ഫോർ മൈ കൺഫർമേഷൻ പ്ലീസ് ടെൽ യുവർ നെയിം. സോ പേര് പറയാണ്, സോ ഹായ് മരിയ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ഡോട്ടർ ഹസ് ബിൻ അഡ്മിറ്റഡ് ഹിയർ. അങ്ങനെയാണ് പറയുക. ഓക്കെ, ഐ ഹോപ്പ് ദ ഐഡിയ ഇസ് ക്ലിയർ ടു യു. ഓക്കെ. Okay. Now, sir, when write today's scenario in letter, whether write in simple present or simple past? When we write today's scenario in letter. Yeah. So if you are writing regarding the patient's present situation or current situation, definitely you have to use that in present tense. Like even today I have given that correction. Currently his BP was 90 bar something. So that's not the right way. Currently his BP is. Today he reported. Or today he reports. Simple Presently he reports. Simple present tense. Yes. Then currently his BP had. Currently his BP has. Or currently he was. Currently he is. So if you are mentioning the patient's current status, definitely that should be mentioned using present tense. Is, are, has, and the verb form should end with S. He presents, he complains, he visits, or he reports, whatever it be. ഇപ്പോൾ നമ്മളത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതുക. ആൻഡ് വെൻ യു ടോക്ക് അബൌട്ട് ലൈക്ക്, പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ചില സെന്റൻസുകളിൽ ഈവൻ ഇഫ് യു ആർ മെൻഷനിങ് അബൌട്ട് ദ പ്രസന്റ് സ്റ്റേറ്റസ്, ഇപ്പോൾ അവിടെ ടുഡേ ഓൺ എക്സാമിനേഷൻ എന്നൊരു കണക്ടർ അല്ലേ, കണക്ടർ എന്നല്ല, ഒരു സ്റ്റാർട്ടിങ്, ഒരു എന്താ പറയുക, സ്റ്റാർട്ടിംഗ് ഫ്രേസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ സെന്റൻസിന്റെ മീനിങ് മാറുകയാണ്. ഓൺ എക്സാമിനേഷൻ, ഓൺ ഇവാലുവേഷൻ, ഓൺ ഒബ്സർവേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പോയിന്റ് ഓഫ് ടൈമിലേക്ക്, ടുഡേ കറന്റ് സ്റ്റേറ്റസ് ആണ് പറയുന്നതെങ്കിൽ അതൊരു പോയിന്റ് ഓഫ് ടൈമിലേക്ക് സൂചിപ്പിക്കുകയാണ് അല്ലേ. ഒബ്സർവ് ചെയ്തപ്പോൾ, എക്സാമിൻ ചെയ്തപ്പോൾ, ഇവാലുവേറ്റ് ചെയ്തപ്പോൾ പേഷ്യന്റിന്റെ BP കൂടുതലാണ് എന്ന് പറയില്ല നമ്മൾ. ഇവാലുവേറ്റ് ചെയ്തപ്പോൾ BP കൂടുതലായിരുന്നു എന്നാണ് പറയുക അല്ലേ. ഈവൻ ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻ ടുഡേ. സോ ഓൺ ഒബ്സർവേഷൻ his BP was elevated. Yeah, so on examination his fever was, or he had. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കണക്ടേഴ്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടുഡേയിലെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും അതൊരു പക്ഷെ നമ്മൾ പാസ്റ്റിലേക്ക് പറയേണ്ടി വരും. കാരണം സെന്റൻസിന്റെ മീനിങ് എങ്ങനെയാണ്, ഇന്ന് എക്സാമിൻ ചെയ്തപ്പോൾ BP കൂടുതലാണ് എന്ന് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ പറയുന്നില്ല. യെസ്, ഇപ്പോഴും ആയിരിക്കാം, പക്ഷെ നിലവിൽ കറന്റ്ലി അദ്ദേഹത്തിന് BP കൂടുതലാണ്. നമ്മൾ ആ ഒരു ടൈമിനെ അവിടെ റെഫർ ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ പോലും ടൈം ഒരു ഇന്നത്തെ തന്നെ ഒരു
പാസ്റ്റ് ആണ്, ഏർലി മോർണിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അത് പാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ പ്രസന്റ്ലി എന്നൊക്കെ പറയുമ്പോൾ കറന്റ്ലി ഹിസ് ബി പി ഈസ് ഹൈ. ഓൺ എക്സാമിനേഷൻ ഹിസ് ബി പി വാസ് ഹൈ. അത് ഭയങ്കര വേഗ് ആണ്, നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിനെ പിൻ ചെയ്യുന്നില്ല അല്ലേ. I was smiling looking at the message because I could see Zia ul Haq in this live session. I should mention his name. Like, he has been following our live session for the past 2 years. He's right now in UK and very happy to see you, Zia. And Zia was even giving some answers or response questions in a clarification നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. Very happy to see that, Zia. Anyway, we'll continue with the question. GPക്ക് ലെറ്റർ എഴുതുമ്പോൾ റെഫറൽ ലെറ്റർ ആയിട്ടാണോ അപ്ഡേറ്റ് ആയിട്ടാണോ എഴുതണ്ടേ? ഡിപ്പെൻസ്. ആക്ച്വലി യെസ്, അപ്ഡേറ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മളിപ്പം like we do not actually recommend our students to write that phrase like that sentence again and again, because think of OET examination in a worldwide scenario, and think of a scenario when an examiner is going to correct your paper. അപ്പോൾ അത് നോൺ കേസ് ആണെങ്കിൽ they will be really fed up with reading that statement again and again. I'm writing to update, I'm writing to update, I'm writing to update. So it's always, ഞാൻ ലൈവിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു അല്ലേ, it's always better to bring changes, to impress and try to make your letter bit unique. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേൺ സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നതിന്റെ കാര്യം അവർക്ക് ആ ഫ്രീഡം എടുക്കാനുള്ള പേടി കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ലാംഗ്വേജ് തെറ്റിപ്പോവോ, ഇതിപ്പം ഓൾറെഡി എഴുതി കിട്ടിയ സാധനമാണല്ലോ, അത് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഓക്കെ ആയിരിക്കുമല്ലോ. ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയത് നിങ്ങൾക്ക് ബി ഗ്രേഡ് കിട്ടില്ല, C+ കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇംപ്രഷൻ ഫാക്ടറിൽ ഒരുപാട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ വീണ്ടും ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ്, കാരണം അവർക്കൊരു ലെറ്റർ വായിച്ച് തുടങ്ങുന്ന ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞില്ലെങ്കിൽ ദാറ്റ് മൈറ്റ് അഫക്റ്റ് യുവർ സ്കോറിംഗ് എന്നുള്ളതാണ്. നമ്മൾ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ യു റൈറ്റ് അറ്റ് എസ് റെഫറൽ. ഇപ്പം സ്പെഷ്യലിസ്റ്റുകൾക്കാണ്, ഡോക്ടേഴ്സിനാണ് എഴുതുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന ലെറ്റർ റെഫർ ലെറ്റർ ആയിരിക്കും. സോ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ ഡാഷ് ഡാഷ് എ പേഷ്യൻ്റ് ഓഫ് യുവേഴ്സ് ഹു റിക്വയർസ് എഴുതി കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ യൂഷ്വലി എഴുതുന്ന റെഫർ ലെറ്റർ തന്നെ അവിടെ ഏജ് റെഫറൻസ് മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് എഴുതി, എ പേഷ്യൻ്റ് ഓഫ് യുവേഴ്സ് ഓർ വൺ ഓഫ് യുവർ പേഷ്യൻസ്, അല്ലെങ്കിൽ നോൺ കേസ് ഓഫ് യുവേഴ്സ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും റിസൈഡ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ റെസിഡൻറ്റ് ഓഫ് യുവേഴ്സ്, അല്ലെങ്കിൽ വൺ ഓഫ് യുവർ റെസിഡൻസ്. ഇത്തരത്തിലുള്ള റെഫറൻസുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കി ഇത് വലിയ ചേഞ്ചസ് എന്നല്ല ഞാൻ പറയുന്നത്, അല്ല ചെറിയൊരു വ്യത്യാസമുള്ളൂ. പക്ഷേ ഐ ആം റൈറ്റിംഗ് ടു അപ്ഡേറ്റുകളുടെ ഇടയിൽ ഒരു ഡിഫറൻസ് ഇതിന് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫ്രീഡം എടുക്കാനുള്ള പേടി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ എപ്പോഴും സേഫ് സോണിലോട്ട് ആക്കാനായിരിക്കാം നിങ്ങളുടെ കറക്റ്റ് ചെയ്യുന്നവർ ട്രൈ ചെയ്യുക അല്ലെ. ബിക്കോസ് നല്ല കാര്യം തന്നെയാണ് സേഫ് സോൺ എന്ന് വെച്ചാൽ ചേഞ്ച് വേണ്ട, ചേഞ്ച് തെറ്റിപ്പോയാലോ മേ ബി ദേ മേ നോട്ട് ബി വെരി ഷുവർ അബൌട്ട് ദ അതർ സെന്റൻസസ്. നിങ്ങളുടെ മിസ്റ്റേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ അവർക്ക് അറിയാവുന്ന ഒരു എക്സ്റ്റെന്റ് ഉണ്ടാവും അല്ലെ. അപ്പോൾ എപ്പോഴും എല്ലാവരും എഴുതുന്ന സെന്റൻസ് ആണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. സോ അങ്ങനെയല്ല, നിങ്ങൾക്ക് കൃത്യമായ കറക്ഷൻസ് കിട്ടിയാൽ നിങ്ങളുടേതായ സെന്റൻസുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പോകരുത്. എസ്പെഷ്യലി OET-യുടെ തുടക്കത്തിലുള്ള ഒരു ഫേസിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നോക്കിയാൽ, അത്രയും കോമ്പറ്റീഷൻ കുറവായിരിക്കാം, അല്ലെങ്കിൽ അവരും അത്രയും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് രീതിയിൽ ഇപ്പം കഴിഞ്ഞൊരു 3 വർഷത്തെ OET കേസ് നോട്ട്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ 3 വർഷത്തെ കേസ് നോട്ട്സ് കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ എക്സാമിനേഷൻ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്, ഹൗ വാസ് യുവർ എക്സാം, അതുപോലെ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തത്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ദീസ് വേർ ദ ചാലഞ്ചസ് ഓർ കൺഫ്യൂഷൻ സ്റ്റുഡൻസ് ഹാഡ് ഫേസ്ഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മെത്തഡോളജി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഓരോ എക്സാം കഴിയും തോറും എന്തെങ്കിലും രീതിയിലൊക്കെ കുട്ടികളെ പുതിയ രീതിയിലൊക്കെ ഇവർ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻ. അത് നമുക്ക് ഈ പറയുന്നത് പോലെ വലിയ തിയറി ഒന്നും അപ്ലൈ ചെയ്ത് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യൂസിങ് കോമൺ സെൻസ്. അപ്പോൾ ഒന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോരുത്. ലൈക്ക് GPക്ക് ആണെങ്കിൽ അങ്ങനെ, എമർജൻസി എന്നുള്ള വാക്ക് കണ്ടാൽ ഇങ്ങനെ, സോഷ്യൽ വർക്കറിനാണെങ്കിൽ അങ്ങനെയൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പോകാതിരിക്കുക. ബിക്കോസ് വേർഡ്സ് ക്യാൻ ബി ഡിസെപ്റ്റീവ്. ഇപ്പോൾ ട്രാൻസ്ഫർ എന്നുള്ളൊരു വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ലെറ്റർ എന്ന് കൺക്ലൂഡ് ചെയ്യരുത്. ദർ ആർ ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. ട്രാൻസ്ഫർ എന്നുള്ള റൈറ്റ് ലെറ്റർ ഓഫ് ട്രാൻസ്ഫർ എന്ന ക്വസ്റ്റ്യൻ കൊടുത്താലും ചിലപ്പോൾ അത് ഹോം വിസിറ്റ് ലെറ്റർ ആവാം. സോ അങ്ങനെ ഒരുപാട് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. സോ ഒരുപാട് രീതിയിൽ, അതിപ്പോൾ സ്പീക്കിങ്ങിലാണെങ്കിലും റൈറ്റിംഗിലാണെങ്കിലും റീഡിംഗ് ലിസണിങ് എല്ലാ മൊഡ്യൂൾസിലും അവർ പല രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഒന്നും ബൈ ഹാർട്ട് ചെയ്ത് പ്രിജുഡിസ്ഡ് ആയിട്ട് പോകാതിരിക്കുക. ക്വസ്റ്റിനെ
വളരെ നാച്ചുറൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് മാത്രം എഴുതുക. ഓക്കെ. Okay. So we have another question. Preeti Santosh, which one is correct? Continued care or continuing care? Again. ബോത്ത് ആർ ഫൈൻ. Okay, fine. Is it Continuing care, continued care, ongoing care, everything is is fine? fine. All right. Is But it continuous care is something different. Yeah. yes? Continuous care different ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കാട്ടോ. Is it mandatory to write patient's name in each paragraph? Not necessary. അങ്ങനെ മാൻഡേറ്ററി ഒന്നും ഇല്ല, പക്ഷെ ഓഫൺ നമ്മൾ എല്ലാ സെൻറ്റൻസിലും ഹി ഷീ എന്ന് എഴുതി പോകുമ്പോൾ in between. യെസ് കൺഫ്യൂസിങ് ആണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മള് ഡോക്ടറിന്റെ കാര്യവും പറയുന്നുണ്ടാവും, പേഷ്യന്റിന്റെ കാര്യവും That is again പറയുന്നുണ്ടാവും. context അപ്പൊ അല്ലേ? അതെ, അവിടെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ പെർട്ടിക്കുലർ ആയിട്ട് പേഷ്യന്റിന്റെ പേര് തന്നെ യൂസ് ചെയ്യുമ്പോൾ മറ്റേത് ഉദ്ദേശിക്കുന്നത് വേറെ ആളാണെന്നൊക്കെ മനസ്സിലാവും അല്ലെ. സോ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ പാരഗ്രാഫ് ഹൗ വി ആർ മാനേജിങ് ഇറ്റ്. ഓക്കെ. And also always ഇപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ദാറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ്. യെസ് യെസ്. അല്ലാതെ അവസാനം കൊണ്ടൊന്നും എഴുതി വെക്കാതെ കൂടുതലും ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തിൽ എഴുതിയാൽ അത്രയും കൂടെ നല്ലതായിരിക്കും. സ്യൂട്ട് ആയിരിക്കും. സോ പ്ലീസ് എക്സ്പ്ലെയിൻ നോൺ കേസ് ഇൻട്രൊഡക്ഷൻ പാര. നോൺ കേസ് ഇൻട്രൊഡക്ഷൻ പറയാം. ഐ തിങ്ക് അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്ഡേറ്റ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാറ്റിയിട്ട് ഐ എം റൈറ്റിംഗ് ടു റെഫർ, ഒരു റെഫറൻസ് ഉപയോഗിച്ചാൽ മതി. കാരണം ഇപ്പോൾ പ്രിയങ്ക എന്നുള്ളതാണ് പേഷ്യന്റിന്റെ പേര്, പ്രിയങ്കയുടെ ഡോക്ടറിനാണ് നമ്മൾ എഴുതുന്നത് വിചാരിക്കുക. കീപ് ദാറ്റ് ആസ് എൻ എക്സാമ്പിൾ. ഒരുപാട് പ്രിയങ്കമാരെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ പ്രിയങ്ക എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഇതിന്റെ പേഷ്യന്റ് ആണല്ലോ എന്ന് അവർക്ക് ഓർക്കണം നിർബന്ധമില്ല. ബിക്കോസ് ദേ മൈറ്റ് ബി ട്രീറ്റിംഗ് n number of patients and they might be treating new patients also every day അല്ലേ. അപ്പോൾ പ്രിയങ്കനെ റെഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേഷ്യന്റ് ആണല്ലോ എന്ന് അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ റെഫറൻസ് ഉപയോഗിക്കുക. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക പ്രഥാസ്, എ പേഷ്യന്റ് ഓഫ് യുവേഴ്സ്, വൺ ഓഫ് യുവർ പേഷ്യൻസ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പേഷ്യന്റ്, നിങ്ങളുടെ പേഷ്യന്റ് ആയ പ്രിയങ്ക പ്രതാസിനെ റെഫർ ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റി. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് വൈൽ യു റൈറ്റ് ഇൻട്രൊഡക്ഷൻസ് ഫോർ നോൺ കേസ് ലെറ്റേഴ്സ്. ഓക്കെ. സോ ഡിസ്പൈറ്റ് വെച്ച് എഴുതുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് തമ്മിൽ സെയിം ഐഡിയ റിലേറ്റഡ് ആയിരിക്കണോ? ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് ആക്ച്വലി. ഡിസ്പൈറ്റ് വെച്ച് എഴുതുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് തമ്മിൽ സെയിം ഐഡിയ റിലേറ്റഡ് ആയിരിക്കണോ? I think her question is like whether the positive and negative should have some connections. എന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ. ലൈക്ക് വെൻ യു ഡിസ്പൈറ്റ് ആയിക്കോട്ടെ, ഹവർ ആയിക്കോട്ടെ, ഓൾദോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ബട്ട് ആയിക്കോട്ടെ, ലൈക്ക് ഇതൊക്കെ എല്ലാം നമ്മൾ കോൺട്രഡിക്റ്റിംഗ് ഫാക്ടേഴ്സിനെ കോംപ്ലക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ്. ഓൾദോ, ഹവർ, ഡിസ്പൈറ്റ്, ബട്ട് ഇതെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇത് ഏത് ഉപയോഗിച്ചാലും there should be a positive and negative aspect. Like for example, although he walks, he needs assistance in ADLS. Patient നടക്കുമെങ്കിലും ADLSന് അസിസ്റ്റൻസ് വേണം. അവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. പക്ഷേ ഓൾദോ ഹി വാക്സ്, ഹി ഹാസ് പെയിൻ ഇൻ ഹെഡ് എന്ന് പറയാൻ പറ്റില്ല. Yes. So as you mentioned, relationship is good. എന്നാലേ അത് ലോജിക്കൽ ആവുള്ളൂ. Okay. എങ്ങനെ ഏതെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല, there should be connection between these positive and Positives and negative. Yes. negatives. Zia has given an example. Very good, Zia. Anita's question ആണ്, hi ma'am, please explain how to start just examine case. Anyway, that's a good question. നീത, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജസ്റ്റ് എക്സാമിൻ കേസ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കാർഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് നോക്കിയാൽ മതി. എല്ലാത്തിലും അതെ. സോ ബാക്കിയുള്ള ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം വുഡ് ബി ടോക്കിംഗ് അബൌട്ട് ദ വിസിറ്റ്. നമ്മൾ ഒരു സ്പീക്കിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിനാ വന്നത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ വന്നത് ഈ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. സോ എവറിഥിങ് വിൽ ബി അബൌട്ട് ദ വിസിറ്റ്. But only in just examine case we'll see the first bullet point in a totally different scenario where they'll be asking about more details about the patient. So first bullet point എങ്ങനെയായിരിക്കും, find out more details, find out relevant details, അല്ലെങ്കിൽ confirm the presence of swelling and find out more details, അതുമല്ലെങ്കിൽ give findings of your examination. ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആസ് we were saying, നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദ എക്സാമിനേഷൻ വി ഡോണ്ട് ട്രൈ ടു എക്സ്പ്ലെയിൻ ദറ്റ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് എക്സാമിനേഷന് ശേഷം പേഷ്യൻറ്റിനോട് പറയില്ല അല്ലെ. വിൽ ബി ടോക്കിംഗ് ബിഫോർ ദാറ്റ്. സോ വിൽ ബി ഗിവിംഗ് ദാറ്റ് ഐഡിയ ബിഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് 3 minutes പേര് ചോദിച്ചു വെക്കാം. എന്നിട്ട് താങ്ക് യു Priya, I've completed the examination. Before moving into the details, please tell me some information about your condition. So when it started, how often you feels it, അങ്ങനെയുള്ള bracketed informationലോട്ട് പോവാം. I hope it is clear to you. Okay. And Telma has a question. I think I have already explained that.
I am writing to update current health status ന് പകരം എന്ത് യൂസ് ചെയ്യാൻ പറ്റും? Like I think I have already discussed that. Tell my if it's not clear, I am ready to help you out. Please let me know. Okay. Okay. Yeah. Then Shima's got a question too. Sir, community health center or community health nurse in letter എഴുതുമ്പോൾ home visiting ആയിരിക്കുമോ? Even it is not mentioned home visit. മോസ്റ്റ്ലി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഹോം വിസിറ്റ് ആയിരിക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി ഒഫീഷ്യൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഗസ് ചെയ്യേണ്ട ഒരു ഒന്നും തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾ ഗസ് ചെയ്യേണ്ടി വരത്തില്ല. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ആകുമ്പോൾ ഹോം വിസിറ്റ് ആവണമല്ലോ എന്ന് അങ്ങനെ പ്രൊജഡൈസ്ഡ് ആയിട്ടൊന്നും പോകരുത്. ബിക്കോസ് ചിലപ്പം വേറെ എന്തെങ്കിലും സിനാരിയോ ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല അല്ലേ. പേഷ്യന്റ് ഇങ്ങോട്ട് വന്ന് ചെക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ഡിഫറെന്റ് കോണ്ടെക്സ്റ്റ്. കൂടുതലും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹോം വിസിറ്റ് തന്നെയാണ്. അപ്പോൾ ഹോം വിസിറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ഒരു പറയും അറ്റ് ഹോം എന്നോ അല്ലെങ്കിൽ ഹി റിക്വയർസ് ഡിസ്ചാർജ് ഹോം എന്നോ പല രീതിയിൽ നമ്മളേത് ഹോം വിസിറ്റ് ആണ്. ആ ഹോം വിസിറ്റ് എന്നുള്ള വേർഡ് ഡയറക്റ്റ്ലി യൂസ് ചെയ്യണമെന്നില്ല. അത് പല രീതിയിൽ ഹീസ് ഡിസ്ചാർജ് ഹോം ടുഡേ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അഡ്രസ്സ് പേഷ്യന്റ് വീട്ടിലെ അഡ്രസ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വീട്ടിലേക്കാണ് ഡിസ്ചാർജ് ആയി പോകുന്നത്. ആൻഡ് പേഷ്യന്റ് നീഡ്സ് കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഹോം വിസിറ്റ് എന്നുള്ള വാക്കേ ഉപയോഗിച്ചിട്ടില്ല, ബട്ട് ദറ്റ് ഈസ് ഹോം വിസിറ്റ്. അപ്പോൾ കൃത്യമായിട്ടും കേസ് നോട്ടിൽ ഒന്നും ഗസ് ചെയ്യേണ്ടി വരുന്നില്ല. ആ വാക്ക് ഡയറക്റ്റ്ലി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവർ പല രീതിയിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരും ഇത് ഹോം വിസിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. ഒരിക്കലും അത് ഗസ് ചെയ്യേണ്ടി വരുന്നില്ല. ബട്ട് ദിസ് ഈസ് വാട്ട് യു ഹാവ് സെഡ് ഈസ് കറക്റ്റ്, ബട്ട് ദാറ്റ് ഈസ് അഗെയിൻ എ പ്രോബബിലിറ്റി. Yes. Okay. Then yeah, I think any other questions in the YouTube questions ഒന്നുമില്ല. All right. So there have been a lot of questions today. അപ്പോൾ ഇത് സ്പീക്കിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാമിനേഷൻ ഉള്ള സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പീക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഡിഫറെന്റ് ഇൻട്രൊഡക്ഷൻ സെറ്റിംഗ്സിനെ പറ്റിയിട്ട് പരിചിതമായിരിക്കണം. ബിക്കോസ് വാട്ട് ഐ എം ടെല്ലിംഗ് ഇസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും, നോൺ ആയിരിക്കും അൺനോൺ ആയിരിക്കും, എങ്ങനെ തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. നമുക്ക് കൃത്യമായ ഐഡിയ വെച്ചുകൊണ്ട് എക്സാമിനേഷന് ഉറപ്പായിട്ടും പോകാൻ പറ്റും. സോ അതെനിക്ക് ഇപ്പോൾ ഈ ഒരു സെഷനിൽ എനിക്ക് എല്ലാം കൂടെ പറയാൻ പറ്റില്ല. ബട്ട് ദോസ് ഹു ഹാവ് കൺഫ്യൂഷൻ, വി ഹാവ് എ ടെലഗ്രാം ഗ്രൂപ്പ്. You can put your concerns in that introduction, different scenario of introductions എന്തൊക്കെയാണ് എന്ന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുക. 99% ആ ഒരു സിനാരിയോ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. So you can utilize that Telegram group, and those who have confusion, you can text there. ഞാൻ ഈ ഒരു ടാസ്ക് ഇന്നത്തെ എൻ്റെ എല്ലാ ഓൺലൈൻ സ്റ്റുഡൻസിനും ഫോർനൂൺ സെഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ഇനി സെഷൻസ് എടുക്കുമ്പോഴത്തേക്കും ഈ ടാസ്ക് ഞാൻ എൻ്റെ ബാക്കി സ്റ്റുഡൻസിനും കൊടുക്കാനിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ്സ് ദ റീസൺ ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ഷെയർ വിത്ത് യു ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻസ് എങ്ങനെയാണ്, പിന്നെ കോമൺ ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ let us know, we'll be putting it. So we have one more question. Will you be able to answer it? Yeah. Speaking il patient name mention ചെയ്യുമ്പോൾ salutation mandatory ആണോ, like Mr. Thomas? Okay, fine. That's a good question that most of you ask, or most of the students ask. So it's not necessary, because calling the name is not so impolite. അതൊരു വലിയ റൂഡായിട്ടൊന്നും അല്ല. പേര് വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ റൂഡ് ആകുന്നു എന്ന് അർത്ഥമില്ല. ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. സോ നോ പ്രോബ്ലം ദറ്റ് യു ക്യാൻ കോൾ ഔട്ട് ദ നെയിം ഈവൻ ദേ ആർ ഇൻ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറി. ഈവൻ ഇഫ് യു ആർ പ്ലാനിങ് ടു യൂസ് എ സല്യൂട്ടേഷൻ ലൈക്ക് മിസ്റ്റർ മിസ് എന്നൊക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി യൂസ് ചെയ്യണം. എല്ലാ പേരിനും എപ്പോഴും പേര് റെഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മളത് പറയണം. ബിക്കോസ് സപ്പോസ് മിസ്റ്റർ മിസ്സായി പോവുകയും മിസ്റ്റർ ആയി പോവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വുഡ് ക്രിയേറ്റ് എ great bad impact. So if you're not sure, better you can call out the name, or you can switch to the salutation, but then it has to be very accurate. Okay. And one more question. If you have any queries കഴിഞ്ഞ comma വേണോ? Definitely. If you're starting a sentence, that is what we call it as conditionals. And if you're starting a sentence like if you have any queries, comma, please do not hesitate to contact me. Definitely there should be comma. But if you are writing it in the opposite way, please do not hesitate to contact me if you have any queries. So the sentence doesn't actually start with if, but it is placed in the middle. So if is placed in the middle of a sentence, no need of comma. Please do not hesitate to contact me if you have any queries. There is no comma in between. But if you are doing it the opposite way, or if you are starting the sentence with if you have any queries, comma, please do not hesitate to contact me. One more final question. ഞാൻ വാം അപ്പ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് PDF തരാം.
Definitely. PDF ആയിട്ട് ഞാൻ തരുന്നില്ല, but I can, after this live session, I'll be putting a link here as a response to this message. അത് നമ്മുടെ യൂട്യൂബിൽ warm-up questions-ൻ്റെയും അതിൻ്റെ ആൻസേഴ്സിൻ്റെയും ഓഡിയോ ആണ്. യു ക്യാൻ ലുക്ക് ദാറ്റ്. അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദാറ്റ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വേറെ പുറത്തുനിന്നൊന്നും നോക്കേണ്ടി വരത്തില്ല. ദറ്റ് വിൽ ബി ദാറ്റ് മച്ച് യൂസ്ഫുൾ. സോ ആ ലിങ്ക് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തേക്കാം ആഫ്റ്റർ ദ ലൈവ് സെഷൻ. ഓക്കെ. No problem to mention the name alone if you... Okay, Zia is active, very active answering the questions of our students. Thank you, Zia. Okay, fine. So I think we'll wind up for today. All the very best to all the And students. it was a very Healthy and active discussion. Thank you so much for all those who have participated. But it's not the end. നമുക്ക് ഇനിയും എസ്പെഷ്യലി ഡിസംബർ 16 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് കൊണ്ട് പറയുകയാണ്, നമുക്ക് ഇനിയും സമയമുണ്ട്. We have almost like 24 or 48, not 48 അല്ലേ? More than 40 days. 2 days above ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? around 36 hours മുമ്പുണ്ട്. okay. 1.5 ദിവസം ഉണ്ട്, നാളെയുണ്ട്, ഇന്നുണ്ട് ഒക്കെ. നമുക്ക് we have miles to go. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയിലെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ കൗൺസിലേഴ്സ് എല്ലാം ആക്റ്റീവ് ആണ്. എപ്പോഴും നിങ്ങളുടെ ക്വറീസ് അഡ്രസ്സ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ച് തീർച്ചയായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾ ലെറ്റ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികളാണോ ഇല്ലയൊന്നൊന്നുമല്ല, നമുക്ക് എക്സാം പാസ്സാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് us ഡൗട്ട്സ് ഇഫ് യു ഹാവ് എനി. നമ്മൾ എപ്പോഴും ഹാപ്പിയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്. കീപ് പ്രാക്ടീസിങ്. ഒരിക്കലും ഡെസ്പായി പോകേണ്ട. ഇപ്പം മൊഡ്യൂൾ വീക്കായി പോകുന്നു അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകുന്നു, ഉദ്ദേശിച്ച പോലെ എക്സാം എടുക്കുമ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ട. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് വർക്ക് ഹാർഡ്. നമുക്ക് ഇനിയും സമയമുണ്ട്. ആൻഡ് ബി കൂൾ ആസ് കുക്കുംബർ. And all the very best. That's me, Harish, signing off. Priyanka signing off.